നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിർത്തികൾ വളഞ്ഞുകൊണ്ട് കൂടുതൽ സൈന്യത്തെ ഇറക്കി. ടാങ്കുകളും പോർ വിമാനങ്ങളും തയ്യാറായി നിൽക്കുന്നു. എപ്പോൾ വേണമെങ്കിലും അതികഠിനമായ ഒരു ആക്രമണത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വരും. ശക്തരായിരിക്കുക, തയ്യാറായിരിക്കുക എന്നുള്ള മുന്നറിയിപ്പും എത്തി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്താണ് കണക്ക് കൂട്ടുന്നത്? ലോകം ഇപ്പോൾ ഭയക്കുകയാണ്. ചില ഉപഗ്രഹ ചിത്രങ്ങൾ കൂടി പുറത്തേക്ക് വന്നതോടുകൂടി ഇപ്പോൾ ലോകരാജ്യങ്ങൾ വിറയ്ക്കുന്നു. പുടിൻ കൈവിട്ട കളിക്ക് നിൽക്കുകയാണോ? മൂന്നാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്തുകയാണോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നു. റഷ്യ യുക്രൈന് ശേഷം ഫിൻലാൻഡിലേക്കും നോട്ടമിടുന്നുണ്ടോ പുടിൻ എന്ന ചോദ്യം ഉയരുന്നു. യുദ്ധത്തിന്റെ ആരംഭ സമയം മുതൽ ഉയരുന്ന ഒരു ആശങ്കയായിരുന്നു ഇത്. ഇപ്പോഴിതാ ഫിൻലാൻഡുമായുള്ള അതിർത്തിയിൽ റഷ്യ സൈനിക വിന്യാസം കൂട്ടിയതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സൈനിക താവളങ്ങളും വിമാന വിക്ഷേപണ കേന്ദ്രങ്ങളുമൊക്കെ പുതുതായി ഒരുക്കിയിട്ടുണ്ടെന്ന് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. അതിർത്തിക്ക് സമീപത്തെ റഷ്യൻ പ്രദേശങ്ങളായ കമേൻക, പെട്രോ സവോഡ്സ്ക്, സെവിറോമോർസ്ക് 2, ഒലേന്യ എന്നിവിടങ്ങളിലാണ് പുതിയ വിന്യാസം. ഫിൻലാൻഡും സ്വീഡനും നാറ്റോയിൽ ചേരുന്നതിനെ റഷ്യ നേരത്തെ വിലക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്തിരുന്നു. ഫിൻലാൻഡിനെതിരെ നേരത്തെ വൈദ്യുത ഉപരോധമൊക്കെ റഷ്യ നടപ്പാക്കിയിരുന്നു. റഷ്യയിൽ നിന്ന് ആണവായുധങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ആക്രമണത്തിനുള്ള സാധ്യത ഫിൻലാൻഡ് നേരത്തെ പരിഗണിച്ചിരുന്നു. ഇത്തരമൊരു ആക്രമണം ഉണ്ടായാൽ ജനങ്ങളെ രക്ഷിക്കാനായി ഒരു വമ്പൻ ഭൂഗർഭ നഗരം തലസ്ഥാന നഗരമായ ഹെൽസിങ്കിയുടെ താഴെ ഫിൻലാൻഡ് പണിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. 500-ലധികം ബങ്കറുകളുള്ള ഈ അതോ നഗരത്തിന് 9 ലക്ഷത്തോളം ആളുകളെ സുരക്ഷിതമായി പാർപ്പിക്കാൻ കഴിയുമത്രേ. ഹെൽസിങ്കി നഗരത്തിന്റെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതലാണ് ഈ സംഖ്യ. ശരത്കാല യുദ്ധത്തിലും രണ്ടാം ലോക യുദ്ധത്തിലും ഫിന്നിഷ് ജനത അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഇത്തരം ഒരു ബൃഹത് ബങ്കർ പദ്ധതിക്ക് തുടക്കമിടാൻ ഇവരെ പ്രേരിപ്പിച്ചത്. 1960-ലാണ് ആദ്യമായി ഇത് പണി തുടങ്ങിയത്. പിന്നീട് വന്ന സർക്കാരുകളൊക്കെ പല നയങ്ങളിലും വ്യത്യസ്ത നിലപാടെടുക്കുന്നവരായിരുന്നുവെങ്കിലും ഈ സുരക്ഷാ ബങ്കർ സംവിധാനത്തിന്റെ കാര്യത്തിൽ മാത്രം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. 90 ലക്ഷം ക്യൂബിക് മീറ്ററോളം പാറ തുരന്നാണ് ഈ അതോ നഗരം അവർ പൂർത്തീകരിച്ചത്. കഫേ, കാർ പാർക്കിംഗ് ഏരിയകൾ, പാർപ്പിട സംവിധാനങ്ങൾ, കായിക പ്രവൃത്തികൾക്കുള്ള ഗ്രൗണ്ടുകൾ തുടങ്ങിയവയെല്ലാം ഈ ഭൂഗർഭ നഗരത്തിലുണ്ടത്രേ. 1.5 ലക്ഷം ഡബിൾ ഡെക്കർ ബസ്സുകൾ സൂക്ഷിക്കാനുള്ള സ്ഥലം ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഫിന്നിഷ് അധികൃതർ പറയുന്നത്. ഏതെങ്കിലും കാരണവശാൽ ജനങ്ങളെ മൊത്തത്തിൽ ഈ ബങ്കറുകളിലേക്ക് മാറ്റേണ്ടി വന്നാൽ അടിയന്തരമായി പുലർത്തേണ്ട നടപടിക്രമങ്ങൾ ഫിൻലാൻഡ് നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. പോലീസ്, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയ അവശ്യ വിഭാഗങ്ങൾക്ക് ഇതിന്റെ പരിശീലനവും നൽകിയിട്ടുണ്ട്. യുദ്ധസാധ്യത ഉടലെടുത്താൽ ഈ ബൃഹത് ബങ്കർ സംവിധാനത്തിനൊപ്പം തന്നെ ഫിൻലാൻഡിലെ മെട്രോ സ്റ്റേഷനുകളിലും ജനസുരക്ഷയ്ക്കായി ഉപയോഗിക്കാമെന്ന് ഫിൻലാൻഡ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചില നിയമങ്ങളും ഈ ബങ്കറിലുണ്ട്. മദ്യം, ലഹരിമരുന്ന്, ആയുധങ്ങൾ, ചില ഉപകരണങ്ങൾ തുടങ്ങിയവയൊന്നും ഇതിനുള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ആണവായുധം ഉൾപ്പെടെ റഷ്യയുടെ അതിവിനാശകാരികളായ ആയുധങ്ങളിൽ നിന്ന് പ്രാഥമിക സുരക്ഷ ബങ്കറുകൾ നൽകുമെന്ന് ഫിൻലാൻഡ് പറയുന്നു. സൈബർ ആക്രമണങ്ങളിൽ നിന്ന് ബങ്കറിന്റെ IT സംവിധാനങ്ങൾക്ക് സുരക്ഷ നൽകാനായി പ്രത്യേക ഫയർവാൾ, ആന്റിവൈറസ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ തയ്യാറെടുത്ത് നിൽക്കുകയാണ് ഫിൻലൻഡ്. ഇപ്പോൾ റഷ്യ ചില സന്നാഹങ്ങളുമായി ഫിൻലാൻഡ് അതിർത്തിക്കടുത്തേക്ക് നീങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം ഉടലെടുത്തിട്ടുണ്ട്. ഇതുമാത്രമല്ല, റഷ്യയുടെ എല്ലാ മേഖലകളും വളഞ്ഞ് സുരക്ഷ ശക്തമാക്കിയിട്ടുമുണ്ട്. പോർ വിമാനങ്ങളെയൊക്കെ റഷ്യ തയ്യാറാക്കി നിർത്തുമ്പോൾ ലോകത്തിന് തന്നെ ഭയമുണ്ട് പുടിൻ എന്താണ് കണക്ക് കൂട്ടുന്നത് എന്നുള്ളത്. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ അയവ് വരുന്നു എന്ന്. കാരണം 3 വർഷമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട്. യുക്രൈനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് മുൻകൈയെടുത്ത് വ്ളാഡിമിർ പുടിൻ രംഗത്ത് വന്നിരുന്നു. ഇതോടുകൂടിയാണ് സമാധാനം പുലരുമോ എന്ന ആശ്വാസമുണ്ടായത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന ശ്രമങ്ങൾ തുടരുന്നതിനിടെയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ നിർണായക നീക്കവും ഉണ്ടായത്. മെയ് 15-ാം തീയതി ഇസ്താംബുളിൽ വെച്ച് യുക്രൈനുമായി നേരിട്ട് ചർച്ച നടത്താമെന്ന നിർദ്ദേശമാണ് പുടിൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശാശ്വതമായ സമാധാനം ഉണ്ടാക്കുകയും യുദ്ധത്തിന്റെ മൂലകാരണങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചർച്ചയെന്നും പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 2022-ൽ മധ്യസ്ഥ ചർച്ചകൾ അവസാനിപ്പിച്ചത് റഷ്യയല്ല, യുക്രൈനായിരുന്നു. എന്നാലും മുന്നുപാധികളില്ലാതെ യുക്രൈൻ നേരിട്ടുള്ള ചർച്ചകൾ പുനരാരംഭിക്കണമെന്നാണ് ഞങ്ങളുടെ നിർദ്ദേശം.
വ്യാഴാഴ്ച ഇസ്താംബുളിൽ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാമെന്ന് യുക്രൈൻ വാഗ്ദാനം നൽകുന്നു. ഇനി തീരുമാനം യുക്രൈൻ അധികാരികളുടേതാണ്. എന്നാൽ അവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയ അഭിലാഷങ്ങളാണ് അവരെ നയിക്കുന്നതെന്നും മറിച്ച് ജനങ്ങളുടെ താൽപര്യമല്ല എന്നും പുടിൻ വിമർശിച്ചിരുന്നു. സത്യത്തിൽ ഈ ഒരു ചർച്ചയോടുകൂടി സമാധാനം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്നാൽ അതിന്റെ വിപരീതമായിട്ടാണ് പുടിൻ ഇപ്പോൾ ചില നീക്കങ്ങൾ നടത്തുന്നത്. അതായത് ഫിൻലാൻഡിലേക്ക് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പുടിൻ കടക്കുന്നുണ്ടോ എന്നുള്ളത്. ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ ഘട്ടത്തിൽ തന്നെ യുദ്ധവിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു, യുക്രൈൻ പിടിച്ചെടുത്തുകൊണ്ട് മാത്രം പുടിൻ നിൽക്കില്ല, പല കേന്ദ്രങ്ങളിലേക്കും കയറിയടിച്ച് അവിടങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം പുടിൻ നടത്തും എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിലേക്കാണോ ഇപ്പോൾ പുടിന്റെ പോക്ക് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരിടത്ത് സമാധാനം ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് പുടിൻ പറയുന്നു, മറ്റൊരിടത്ത് വീണ്ടും യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുന്നു. ഇതിനിടയ്ക്ക് പുടിൻ ബൈഡനുമായി അത്ര രസത്തിലല്ല എന്നുള്ള ചില വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. യുക്രൈനെ ചർച്ചയ്ക്ക് വിളിച്ച പുടിൻ അവരുടെ തനി സ്വഭാവം പുറത്തു കാണിച്ചു എന്നാണ് വിവരങ്ങൾ. അത് നമ്മൾ കണ്ടതാണല്ലോ. അതിൽ എടുത്തു പറയേണ്ടത് യുക്രൈൻ്റെ ഭൂമിയിലെ ധാതു സമ്പത്താണ്, അതിലാണ് അമേരിക്കയുടെ കണ്ണ്. റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന യുക്രൈൻ്റെ ഭാഗങ്ങൾ അതിൽ പകുതി ഞങ്ങൾക്ക് തരണമെന്ന് ട്രംപ് പറഞ്ഞു എന്നാണ് വിവരങ്ങൾ. അതായത് ധാതു സമ്പത്തിൽ കണ്ണുവെച്ച് തന്നെയാണ് റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾക്ക് ട്രംപ് തയ്യാറായിരിക്കുന്നത്. അതുമാത്രമല്ല യുക്രൈൻ്റെ മറ്റ് പല ഭാഗങ്ങളും അവിടുത്തെ സമ്പത്തും ട്രംപ് ചോദിച്ചു എന്നാണ് വിവരങ്ങൾ. അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് വൊളോഡിമിർ സെലൻസ്കി ഇറങ്ങിപ്പോകുന്നത് എന്നുള്ള ചർച്ചകളൊക്കെ തന്നെയുണ്ട്. എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് ആകാംക്ഷയോടെ തന്നെ ലോകം കാത്തിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.